ദല്ലാൽ നന്ദകുമാറുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോൾ അവിടെ ഒരു CPM നേതാവ് ഉണ്ടായിരുന്നുവെന്നും കണ്ണൂരിലെ ആ ഉന്നതന്റെ പേര് വെളിപ്പെടുത്താൻ നന്ദകുമാർ തയ്യാറുണ്ടോ എന്നും ശോഭാ സുരേന്ദ്രൻ ചോദിച്ചു. അമിത്ഷായെ കാണണമെന്നാണ് CPM നേതാവ് ആവശ്യപ്പെട്ടത്. തൃശൂരിലെ ഗോവിന്ദൻ മാഷയുടെ യാത്ര വരുന്ന ദിവസം ശോഭാ സുരേന്ദ്രന്റെ മുറിയിൽ ഞാൻ അരമണിക്കൂർ ആ മുറിക്കകത്തിരുന്നപ്പോൾ ഏത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ് ശോഭാ സുരേന്ദ്രനെ കാണാൻ വന്നത്? CPM നേതാവ് എന്നത് ശോഭാ സുരേന്ദ്രന്റെ സൃഷ്ടിയാണെന്ന് നന്ദകുമാർ പ്രതികരിച്ചു. ദല്ലാൽ നന്ദകുമാറിൽ നിന്ന് 10 ലക്ഷം രൂപ വാങ്ങിയിട്ടുണ്ടെന്ന് ശോഭാ സുരേന്ദ്രൻ സമ്മതിച്ചു. സ്ഥലം ഇടപാടുമായി ബന്ധപ്പെട്ട് പണം വാങ്ങിയെന്നാണ് വിശദീകരണം. എന്റെ സ്വന്തം സ്ഥലം, എന്റെ പേരിലുള്ള ആധാരത്തിന്റെ ആ സ്ഥലം ദല്ലാൽ നന്ദകുമാർ 10 ലക്ഷം രൂപ എനിക്ക് പൊതിയായിട്ട് പൊതിഞ്ഞ് അപ്പോൾ തന്നെ തൃശ്ശൂരില് ഓട്ടുപാറയിൽ വീട്ടില്. സ്ഥലമിടപാട് മാത്രമല്ല, പോണ്ടിച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ പദവി നേടിയെടുക്കാനുള്ള നീക്കങ്ങളും ഇതിന്റെ ഭാഗമായി നടന്നിട്ടുണ്ടെന്ന് നന്ദകുമാർ ആരോപിച്ചു. എനിക്ക് ഈ 10 കൂടി കിട്ടിയാൽ ഞാൻ അതെല്ലാം തികച്ച് ഡൽഹി യാത്ര നടത്തിയാൽ എനിക്കൊരു പോസ്റ്റ് അപ്പൊ എനിക്ക് പണം കൊടുത്താണോ അവിടെ തസ്തിക കിട്ടണേന്ന് ചോദിച്ചു. അത് വെളിപ്പെടുത്തിയില്ലെങ്കിൽ പോലും എന്തൊക്കെയോ നീക്കുപോക്ക് നടത്താനാണ് ഈ പണം കൊടുക്കുക. ആ പണം പോയി, 1 രൂപ നഷ്ടപ്പെട്ടു, 1 കോടി രൂപ. അനിൽ ആന്റണി ബന്ധപ്പെട്ടതിന്റെ ഫോൺ രേഖകളും നന്ദകുമാർ പുറത്തുവിട്ടു. അദ്ദേഹത്തിന് മഹത്വമില്ല, കളങ്കിതനാണ്, കച്ചവടക്കാരനാണ്, സൂപ്പർ ദല്ലാളാണ്, ഞങ്ങളൊക്കെ ജൂനിയർ ദല്ലാളാണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വേറെ ആർക്കും എതിരെ ഞാൻ പറയേണ്ടി വന്നിട്ടില്ലല്ലോ. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.